ഹായ്, എല്ലാവർക്കും ഇന്നത്തെ ആനുകാലിക വിഷയങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് 1, 2, 3 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ കോമൺവെൽത്ത് ഗെയിംസിൽ ജൂഡോയിൽ ഇന്ത്യക്ക് ഇരട്ട സ്വർണ്ണ നേട്ടം. അപ്പോൾ അതേതൊക്കെയാണെന്ന് നോക്കാം. വനിതകളുടെ 48 കിലോഗ്രാം ജൂഡോയിൽ അസ്മിത ഡേക്ക് സ്വർണം ലഭിച്ചു. അതുപോലെ തന്നെ പുരുഷന്മാരുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഹർഷ് സിംഗിനും സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. കോമൺവെൽത്ത് ഗെയിംസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ ജൂഡോയിൽ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കുന്നത്. ഇനി അതുപോലെ തന്നെ യാമിനി മൗര്യ 57 കിലോ വിഭാഗത്തിൽ യാമിനി മൗര്യയ്ക്ക് വെള്ളി ലഭിച്ചു. അത് ജൂഡോ തന്നെയാണ് മത്സരം. അടുത്തത് പുരുഷ വിഭാഗം വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ ലവ് പ്രീത് സിംഗിന് ഏതു മെഡലാണ് ലഭിച്ചത്? വെള്ളി മെഡൽ ലഭിച്ചു. അടുത്തത് വനിതകളുടെ ഡിസ്കസ് ത്രോ മത്സരത്തിൽ സീമ കാലിരാമണയ്ക്ക് വെങ്കലം ലഭിച്ചു. എത്രയാണ്? 58.65 മീറ്ററാണ് എറിഞ്ഞത്. ഇനി അടുത്ത ചോദ്യം, ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളായി വിശേഷിപ്പിക്കപ്പെടുന്ന ഇറ്റാലിയൻ താരം ഫ്രാങ്കോ ബറേസി അന്തരിച്ചു. അപ്പോൾ ഫ്രാങ്കോ ബറേസി എന്നത് മുൻ ഇറ്റലി AC മിലാൻ ക്യാപ്റ്റനാണ്. ഓക്കെ. അടുത്തത് ഓഗസ്റ്റ് 1 എന്ന് പറയുന്നത് എന്ത് ദിനമാണ്? വേൾഡ് വൈഡ് വെബ് ദിനമാണ് ഓഗസ്റ്റ് 1. ഓക്കെ. ഇനി അടുത്ത കറണ്ട് അഫെയർ നോക്കാം. വീണ്ടും കോമൺവെൽത്ത് ഗെയിംസ് തന്നെയാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയത് നീരജ് ചോപ്ര. എത്ര മീറ്ററാണ്? 85.83 മീറ്ററാണ് ജാവലിൻ ത്രോ എറിഞ്ഞത്. ഈ ഇനത്തിൽ തന്നെ വെങ്കലം ഇന്ത്യക്കാരൻ കരസ്ഥമാക്കിയിട്ടുണ്ട്. വെങ്കലം നേടിയത് യശ്വീർ സിംഗ്. ഓക്കെ. ഇനി വനിതാ ബോക്സിങ്ങിലോട്ട് നോക്കുമ്പോൾ 51 കിലോഗ്രാം വിഭാഗത്തിൽ സാക്ഷി ചൗധരിക്ക് സ്വർണം ലഭിച്ചു. 54 കിലോഗ്രാം വിഭാഗത്തിൽ പ്രീതി പവാറിന് സ്വർണം. അതുപോലെ തന്നെ 57 കിലോഗ്രാം വിഭാഗത്തിൽ ജാസ്മിൻ ലെംബോറിയയ്ക്ക് സ്വർണം ലഭിച്ചു. അതുപോലെ തന്നെ 60 കിലോഗ്രാം വിഭാഗത്തിൽ പ്രിയ ഖംഗാസ്, 70 കിലോഗ്രാം വിഭാഗത്തിൽ അരുന്ധതി ചൗധരി. അപ്പോൾ ഇത്രയും പേർക്ക് ബോക്സിങ്ങിൽ സ്വർണം ലഭിച്ചു. അടുത്തത് പാരാ ഷോട്ട് പുട്ട്. അതിൽ F57 വിഭാഗത്തിൽ സോമൻ റാണയ്ക്ക് സ്വർണം ലഭിച്ചു. 13.40 മീറ്ററാണ് എറിഞ്ഞിട്ടത്. അടുത്തത് പുരുഷന്മാരുടെ ഡെക്കാത്തലൺ മത്സരത്തിൽ തേജസ്വിൻ ശങ്കറിന് വെങ്കലം ലഭിച്ചു. കൂടാതെ വനിതകളുടെ ജൂഡോ 63 കിലോഗ്രാം വിഭാഗത്തിൽ ഉന്നതി ശർമ്മയ്ക്ക് വെങ്കലം ലഭിച്ചു. കൂടാതെ പാരാ ഷോട്ട് പുട്ട്, നേരത്തെ സ്വർണം ലഭിച്ചു എന്ന് പറഞ്ഞതിൽ പാരാ ഷോട്ട് പുട്ടിൽ വെങ്കല മെഡലും ലഭിച്ചിട്ടുണ്ട്. നേടിയത് ശുഭം ജുയാൽ. ഓക്കെ. അടുത്തത് ട്രിപ്പിൾ ജമ്പിനം നോക്കാം. ട്രിപ്പിൾ ജമ്പിൽ പുരുഷ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയത് പ്രവീൺ ചിത്രവേൽ. എത്രയാണ്? 16.58 മീറ്ററാണ് ചാടിയത്. അതിൽ തന്നെ വെങ്കല മെഡൽ നേടിയത് സെൽവ പ്രഭു തിരുമാരൻ. വെള്ളി മെഡൽ പ്രവീൺ ചിത്രവേൽ, വെങ്കല മെഡൽ സെൽവ പ്രഭു തിരുമാരൻ. ഇനി ബോക്സിംഗ് 55 കിലോഗ്രാം വിഭാഗത്തിൽ ജാദുമണി സിംഗിന് വെള്ളി ലഭിച്ചു. കൂടാതെ ബോക്സിംഗ് 75 കിലോഗ്രാം വിഭാഗത്തിൽ വനിതകളുടെ ബോക്സിംഗ് 75 കിലോഗ്രാം വിഭാഗത്തിൽ ലൗലീന ബോർഗോഹെയ്ന് വെള്ളി ലഭിച്ചു. ഇനി കോമൺവെൽത്ത് ഗെയിംസ് അവസാനിച്ചിരിക്കുന്നു. നിലവിൽ എത്രാം സ്ഥാനത്താണ് ഇന്ത്യ? 4ാം സ്ഥാനത്താണ് ഇന്ത്യ. 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം. അങ്ങനെ ആകെ 39 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. 1ാം സ്ഥാനത്തുള്ളത് ഓസ്ട്രേലിയയാണ്. 70
ഗോൾഡ്, 45 സിൽവർ, 56 ബ്രോൺസ്. 2ാം സ്ഥാനം ഇംഗ്ലണ്ട്, 3 കാനഡ, 4 ഇന്ത്യ. അപ്പോൾ ഏറ്റവും കൂടുതൽ കോമൺവെൽത്ത് ഗെയിംസിൽ ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ളത് ഓസ്ട്രേലിയയാണ്. എത്ര പ്രാവശ്യമാണ്? 15 തവണ. ഇംഗ്ലണ്ട് 7 തവണയാണ്. ഇനി 2030 വേദി എവിടെയാണ്? കോമൺവെൽത്ത് ഗെയിംസ് 2030 വേദി അഹമ്മദാബാദാണ്. 1930 കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചത്. 1930 കാനഡയിലെ ഹാമിൽട്ടൺ ആയിരുന്നു വേദി. ഇനി കുറച്ച് ഇനങ്ങളുടെ കൂടി കാര്യങ്ങൾ പറയാനുണ്ട്. 5000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗിന് വെങ്കല മെഡൽ ലഭിച്ചു. ഓക്കെ, 5000 മീറ്റർ ഓട്ടം ഗുൽവീർ സിംഗ് നേടിയ മെഡൽ വെങ്കലം. കൂടാതെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇരട്ട മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ആര്? ഗുൽവീർ സിംഗ്. ഓക്കെ, അടുത്തത് അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിനെ പറ്റിയിട്ടുള്ള ഫാക്ട്സ് അവസാനിച്ചു. അടുത്ത ചോദ്യം, തായ്പേയ് ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീട ജേതാവ്. തായ്പേയ് ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീട ജേതാവ് ആരാണ്? തൻവി ശർമ്മ. ഇനി 2 ഇനങ്ങളുടെ കൂടി കാര്യങ്ങൾ പറയാനുണ്ട്. ബോക്സിംഗ് പുരുഷന്മാരുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ സച്ചിൻ സിവാച്ചിന് ഗോൾഡ് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ബോക്സിംഗ് 80 കിലോഗ്രാം പുരുഷന്മാരുടെ വിഭാഗത്തിൽ അങ്കുഷ് പങ്കലിനും ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൊത്തം 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം. അടുത്തത്, ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ഉപമേധാവിയായി ചുമതലയേറ്റത്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ഉപമേധാവിയായി ചുമതലയേൽക്കുന്നത് A.N. പ്രമോദ്. വൈസ് അഡ്മിറലായ A.N. പ്രമോദാണ് ചുമതലയേൽക്കുന്നത്. മലയാളിയാണ്, തൃശ്ശൂർ സ്വദേശിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഓഗസ്റ്റ് 1, 2, 3 കറണ്ട് അഫെയേഴ്സ്. താങ്ക് യു.